ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ കായംകുളത്ത് നടത്തി. സംസ്ഥാന രക്ഷാധികാരി കെ.എം. ലെനിൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ കായംകുളത്ത് നടത്തി. സംസ്ഥാന രക്ഷാധികാരി കെ.എം. ലെനിൻ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ മേഖലയിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് മാത്രമായി ഒരു സംഘടന എന്ന രീതിയിൽ ഈ പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് അവരുടെ മാത്രമായി സംഘടന എന്ന ലേബലിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏക സംഘടനയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി. ആ സമിതിയുടെ പ്രവർത്തനം ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വ്യാപിപ്പിക്കുന്നതോടുകൂടി നാളിൽ വരെ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അത് പരിഹാരം കാണാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക്. സംസ്ഥാന സമിതി അംഗം സുധീർ അജ്സൽ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ വർഗീസ് സ്വാഗതം പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി.വി. ബൈജു മുഖ്യാതിഥിയായി. DSOS സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് N.A. ഹരിസൂൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ആലപ്പുഴ ജില്ലാ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് M.M. ഷെരീഫ്, ജില്ലാ സെക്രട്ടറി S. ശരത്, DSOS സംസ്ഥാന സെക്രട്ടറി സനോജ് കുമാർ, ജില്ലാ വ്യാപാരി വ്യവസായി സമിതി വൈസ് പ്രസിഡന്റ് സമീർ, M.G. പ്രദീപ് കുമാർ, വാഹിദ്, ജഗദീഷ് ചന്ദ്രൻ, ഹാരിസ് ആസാദ് കായംകുളം, സണ്ണി യോഹനാൻ ചെങ്ങന്നൂർ, സജീവ് റോയൽ മാവേലിക്കര, അൻസാരി ചെമ്മാരപ്പള്ളി അമ്പലപ്പുഴ, രാജേന്ദ്രൻ T.S. കുട്ടനാട്, സതീഷ്, ഫിറോസ് ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു. അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ മുന്നിൽ അവതരിപ്പിക്കാം. നമുക്ക് 27/2013 സർക്കുലർ ഉണ്ടായിരുന്നു. പഴയ ആശങ്കകളൊക്കെ അറിയാം. കേരളത്തിൽ ആദ്യമായി ഒരു ഡ്രൈവിംഗ് സ്കൂള് പ്രവർത്തിക്കുന്ന രീതിയെ കുറിച്ചും ഒരു ഡ്രൈവിംഗ് സ്കൂളിന് വേണ്ട റിക്വയർമെന്റിനെ കുറിച്ചും ആദ്യമായി വന്നിട്ടുള്ള ഒരു സർക്കുലറാണ്. അതിനകത്ത് ആദ്യമായിട്ട് 300 സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണമെന്നും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഇതോടനുബന്ധിച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ, കായംകുളം.